ശത്രുക്കൾക്കു മുന്നിൽ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തർക്കും കുട്ടികൾക്കും മുന്നിൽ വളരെ ശാന്തനായ ഒരു കുട്ടിയായി ചാത്തൻ മാറുമെന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ എരുമപ്പുറത്തിരിക്കുന്ന കയ്യിൽ വടിയേന്തിയ കറുത്ത നിറമുള്ള ഒരു ബാലരൂപമാണ് ചാത്തൻ്റെ ഏറ്റവും പ്രശസ്തമായ രൂപം. ചാത്തൻ്റെ ആയുധങ്ങൾ വളരെ ലളിതമാണെങ്കിലും അതീവ ശക്തിയുള്ളവയാണ്. പ്രധാനമായും 2 ആയുധങ്ങളാണ് ചാത്തൻ്റെ കയ്യിൽ കാണാറുള്ളത്. ചാത്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കുറുന്തടി. ഇതിനെ ഒരു ചെറിയ ഗദയായോ അല്ലെങ്കിൽ കടുപ്പമേറിയ മരത്തടിയായോ സങ്കല്പിക്കുന്നു. ശത്രുക്കളെ അടിച്ചമർത്താനും ദുഷ്ടശക്തികളെ തുരത്താനും ചാത്തൻ ഈ കുറുന്തടിയാണ് ഉപയോഗിക്കുന്നത്. മന്ത്രവാദ കഥകളിൽ ചാത്തൻ തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ ഈ തടി തറയിൽ അടിച്ചാൽ ഭൂമി കുലുങ്ങുമെന്ന് പോലും പറയാറുണ്ട്. വിഷ്ണുമായ രൂപത്തിൽ ചാത്തൻ കയ്യിൽ കരുതാറുള്ള മറ്റൊരു ആയുധമാണ് ചൂരൽ. ഇത് പ്രധാനമായും ശിക്ഷാവിധി നടപ്പാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിശ്വാസം. തെറ്റ് ചെയ്യുന്നവരെ ചൂരൽ വീശി അടിക്കുന്നതായും അദൃശ്യനായി വന്ന് ചൂരൽ കൊണ്ട് പ്രഹരം നൽകുന്നതായും നാടൻ കഥകളിൽ കേൾക്കാം. ആയുധങ്ങൾ കൂടാതെ ചാത്തൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. ചാത്തൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം മായയാണ്. ശത്രുക്കളെ കബളിപ്പിക്കാനും അദൃശ്യനാകാനും നിമിഷനേരം കൊണ്ട് രൂപം മാറാനും ചാത്തനെ സഹായിക്കുന്നത്. ഈ മാന്ത്രിക ശക്തിയാണ് ചാത്തൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കല്ലേറ് വഴിയാണ് തൻ്റെ സാന്നിധ്യം അറിയിക്കാറുള്ളത്. ദൂരെയുള്ള ശത്രുവിനെ പോലും ലക്ഷ്യം തെറ്റാതെ കല്ലെറിയാൻ ചാത്തന് കഴിയുമെന്ന് പറയപ്പെടുന്നു. ചാത്തൻ്റെ വാഹനമായ കറുത്ത എരുമയെയും പലപ്പോഴും ഒരു ശക്തിയായി തന്നെ കാണുന്നു. അത് ചാത്തൻ്റെ പ്രയാണത്തിൻ്റെ വേഗതയെയും ഗാംഭീര്യത്തെയും സൂചിപ്പിക്കുന്നു.